നിങ്ങൾ പഴയ സിനിമ കാണുന്നവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യാം. ഒരു ഫുൾ കോമഡി പാക്ഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. പഴയ സിനിമയാണ്. അതിൽ തിലകൻ, സുകുമാരി, ജയറാം, നെടുമുടി വേണു, പിന്നെ ഗീത, ഉർവശി, ഇത്രയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ജഗതി പോലും ഒരു ചെറിയ റോളിലാണ് വന്നു പോകുന്നത്. അപ്പോൾ അതിൽ നാലാമത്തെ ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നതാണെങ്കിൽ 4-ാമത്തെ മിനിറ്റ് മുതൽ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതായത് സുകുമാരി, തിലകൻ, നെടുമുടി വേണു. നെടുമുടി വേണു മകനാണ്, ജയറാം മകനാണ്, തിലകൻ അച്ഛൻ, സുകുമാരി അമ്മ. അപ്പോൾ അയാൾ ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറയല്ല, ഇവൻ എന്റെ മോനാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്കില്ലാത്ത ഈ കൊട്ടൽ എങ്ങനെ ഇവനുണ്ടായി? ഈ ഡയലോഗ് ചോദിക്കാനുള്ള കാരണം ഇയാൾക്ക് മൃദംഗം വായിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് നെടുമുടി വേണമെന്ന്. പക്ഷേ തിലകൻ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലതാനും. അതേപോലെ ജയറാമനാണെങ്കിൽ ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിയോടുള്ള ഭ്രാന്തുണ്ട്. അപ്പം രണ്ടുപേരും അച്ഛൻ്റെ സ്വഭാവം അല്ല പറയുകയാണെങ്കിൽ. കലാവാസന നോക്കുകയാണെങ്കിൽ രണ്ടുപേരും രണ്ട് കലകളാണ്. അച്ഛനാ പറഞ്ഞ കലകളൊന്നും വലിയ ബന്ധമില്ല. കൂടാതെ ഈ പറഞ്ഞ മൃദംഗ വായന ആൾക്കില്ല. പക്ഷേ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, അവളുടെ മുത്തച്ഛൻ എന്താണ് ഏതൊരു കേളകത്ത് കിട്ടുണക്കുറിപ്പ്, ആൾ ഇതുപോലെ മൃദംഗ വായനയാണ്. രാജാവിൻ്റെ പട്ടും വളയോ അതിൻ്റെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇൻഹെറിറ്റൻസ് വായി, അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനമാണ്. അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടുണ്ട്, MRO ഉണ്ട്, റെസൊല്യൂഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പരമ്പരയിലെത്തും. അപ്പോൾ ഈ ഒരു രസകരമായ സംഭവം പറയേണ്ട കാര്യം വന്നത് പോളിമോർഫിസം പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് സിനിമ വളരെ ആപ്റ്റാണ്. എന്ന് വെച്ചാൽ തിലകം പറയുന്ന പോലെ തന്നെ ഇത് എനിക്ക് ഉണ്ടായത് തന്നെ ആണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അയാളുടെ സ്വഭാവം അല്ല മക്കൾക്ക് കിട്ടിയത്. അപ്പോൾ പോളിമോർഫിസത്തിലും അത്രയേ ഒരു കാര്യമുള്ളൂ. പോളിമോർഫിസത്തിന് 3 കണ്ടീഷനുള്ളൂ. അതിൽ ഒന്നാമത്തത് മമ്മൂട്ടി പറഞ്ഞ പോലെ അത് തന്നെ, ഒറ്റ തന്തയ്ക്ക് എനിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഉണ്ടാകുന്ന മക്കൾ എന്ത് ചെയ്യണം, ആളുടെ സ്വഭാവം മറികടക്കണം. ഇപ്പോൾ തിലകൻ്റെ കേസ് പറഞ്ഞ പോലെ ആളുടെ സ്വഭാവം മറികടക്കാൻ വേണം. മൂന്നാമത് ഒരു ഫങ്ഷണാലിറ്റി ആ ഒരു പോളിമോർഫിസത്തെ ഉപയോഗിക്കുകയും വേണം. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോളിമോർഫിസം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിൻ്റെ ഒരു യൂസ് കേസ് നോക്കാം, എങ്ങനെയാണ് അത് പോളിമോർഫിസം വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ ഞാൻ പറഞ്ഞു വെക്കുന്നൊരു കാര്യം മെത്തേഡ് ഓവർലോഡിംഗ് ആണ്. മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോളിമോർഫിസത്തിലേക്ക് വരുന്ന കാര്യമില്ല. അത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ആദ്യത്തിൽ പറഞ്ഞാണ് ഈ പറഞ്ഞ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്ഷനാണ്. അതേപോലെ തന്നെ എന്താണ് ഡേറ്റ ബൈൻഡിങ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസിൽ ഒരേ സെയിം ആട്രിബ്യൂട്ട് ഉണ്ടാക്കാം, ബിഹേവിയേഴ്സ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഒരേ പേരിലുള്ള ഫങ്ഷൻസ് ഉണ്ടാക്കാം, ഒരേപോലുള്ള വേരിയബിൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എൻക്യാപ്സുലേഷൻ്റെ ഫീച്ചറാണ്. അപ്പം മെത്തേഡ് ഓവർ റൈഡിങ് ഉള്ള ഫീച്ചർ കൊണ്ട്, അതായത് എൻക്യാപ്സുലേഷനിൽ വരുന്ന മെത്തേഡ് ഓവർ റൈഡിങ് ഫീച്ചർ എടുത്ത് പോളിമോർഫിസിലേക്ക് എടുത്തിട്ടേക്കാണ്. അതുകൊണ്ട് എന്താ നമുക്ക് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫീച്ചർ ഉണ്ടാക്കാം. അപ്പോൾ അത് ചെയ്യുന്നത്രേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലാസ് ഉണ്ട്, വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. അതിലെന്ത് ചെയ്തു, സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അത് ഒബ്ജക്റ്റ് മെത്തേഡാണ്, കാരണം സെൽഫാണ് അതിൻ്റെ പാരാമീറ്റർ, സ്റ്റാർട്ടിങ് വെഹിക്കിൾ. അതുപോലെ തന്നെ കാർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ലാസ് ഉണ്ട്. അതെന്ത് ചെയ്തു, വെഹിക്കിൾ എന്ന് പറഞ്ഞ മെത്തേഡിൽ നിന്ന് എന്ത് ചെയ്തു ഇൻഹെറിറ്റ് ചെയ്തേക്കാണ്. അപ്പം കാറിലുണ്ടായിരിക്കുന്ന വെഹിക്കിൾ വെച്ചിട്ടാണ് അതിനൊരു മെത്തേഡുണ്ട്, സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സെയിം മെത്തേഡാണ്. പേരുകളെല്ലാം രണ്ടും ഒന്നാണ്, പക്ഷേ എന്താണ് ഡിഫറെൻറ്റ് ക്ലാസ് ആണ്. ഇതാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മെത്തേഡിനെ എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് ഓവർ റൈഡ് ചെയ്തേക്കാണ്. സോ യു വിൽ ബി സീയിങ് എ ഡിഫറെൻറ്റ് വൺ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓവർ റൈഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ഓവർ റൈഡ് ചെയ്യുന്ന മെത്തേഡ് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു മറ്റൊരു ഫങ്ഷണാലിറ്റി ഉണ്ടാക്കി. അതിൻ്റെ ആർഗ്യുമെൻറ്റ് എന്താവണം, ഒരു പേരൻറ്റ് ടൈപ്പ്, അതായത് പേരൻറ്റിൻ്റെ ടൈപ്പ് എന്താണോ, വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിൾ, കാറാണെങ്കിൽ കാറ്, അതായിരിക്കണം നമ്മുടെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയണം, FCC എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ FCCയുടെ വീഡിയോ കണ്ടിട്ട് വരിക. കാരണം FCC എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്തായാലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അതേപോലെ എന്താ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മറ്റൊരു എന്താ പറയുക ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ആയിട്ടും സ്റ്റോർ ചെയ്യാം. കൂടാതെ തന്നെ ഒരു ഡേറ്റ സ്ട്രക്ചറിലേക്ക് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ FCC എന്ന് പറഞ്ഞ ഫീച്ചർ. അപ്പം ഞാൻ അന്ന് പറഞ്ഞു ക്ലാസ്സസ് ഒരു FCC ഫീച്ചറാണെന്ന് പറഞ്ഞു. അപ്പം ക്ലാസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ക്ലാസ്സിനെ ഇട്ട് കൊടുക്കുന്നത്. ക്ലാസ് എന്താവണം, ഏത് പേരൻ്റാണോ ആ പേരൻറ്റിൻ്റെ ബേസ് ക്ലാസ്സിൻ്റെ ഒറിജിൻസ്, അത് ചിലപ്പം പേരൻ്റ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചൈൽഡ് ആവാം. എന്നിരുന്നാൽ തന്നെയും ആ ഒരു ഹൈറാർക്കിയിൽ വരുന്ന അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ഒബ്ജക്ട്സ് മാത്രമേ അതിൻ്റെ പാരാമീറ്റർ ആവാൻ പാടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വേരിയബിൾ ഒരു പാരാമീറ്ററാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അനോട്ടേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കും.
ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എഡിറ്റർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് ആവണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ടൈപ്പ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്തു, ഈ ഉള്ള എന്താണോ ഒബ്ജക്റ്റ് കൊടുക്കുന്നത് അതിനകത്തുള്ള സ്റ്റാർട്ട് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏതാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് വരും. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇഗ്നൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാറിന് എന്ത് ചെയ്തു, ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുകയാണ്, കോൾ ചെയ്യുകയാണ്. അതിനകത്ത് എന്ത് ചെയ്തു, കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിനെ, അതായത് ഞാൻ ടെമ്പററി കോൾ ചെയ്യാണ്, കാർ എന്ന ഒബ്ജക്റ്റിനെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കാറിനകത്ത് സ്റ്റാർട്ട് ഉണ്ടോ നോക്കും, സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. പറഞ്ഞു ഇത് ഇപ്പോൾ സ്റ്റാർട്ടിങ് എ കാർ അല്ലേ, കാറിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പേരൻറ്റ് വെഹിക്കിൾ ആണെങ്കിൽ തന്നെയും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, പേരൻറ്റിനെ കൂടെ ഒന്ന് കോൾ ചെയ്യാണ്. സോ ഐ എം കോളിങ് വെഹിക്കിൾ. അപ്പോൾ ഞാൻ വെഹിക്കിളിനെ കോൾ ചെയ്യുന്നു. വെഹിക്കിളിൻ്റെ മെത്തേഡ് വേറെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് വെഹിക്കിൾ എന്നാണ് വെഹിക്കിളിൻ്റെ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താ സ്റ്റാർട്ടിങ് എ കാർ എന്ന് വെച്ചാൽ ബിഹേവിയർ ഒന്നാണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി ഉള്ളൂ, ബട്ട് മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻക്യാപ്സുലേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, വി ഗോട്ട് 2 റെസ്പോൺസസ്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിന് നമുക്ക് വിളിക്കാം എന്ത്, പോളിമോർഫിസം ഉണ്ടെന്ന് വിളിക്കാം. ഓക്കെ, എന്നാൽ എന്ത് പോളിമോർഫിസം അല്ല എന്ന് നോക്കാം. വാട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ പോളിമോർഫിസം? അപ്പോൾ സെയിം സിറ്റുവേഷൻ എനിക്കിവിടെ എന്താ ഒരു ഇവിടെ ഞാൻ എന്ത് കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം അതിനകത്ത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ മെത്തേഡുണ്ട്. ബോട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ലാസ് ഉണ്ട്. പക്ഷേ എന്നാൽ ഇൻഹെറിറ്റ് നോട്ട് പേരൻ്റ്, സിംഗിൾ പേരൻ്റ് അല്ല, ഒരു തന്തയല്ല. എന്ന് വെച്ചാൽ പേരൻ്റ് വേറെ അല്ല, എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു പേരൻ്റ് തന്നെയാണ്. ബോട്ട് ഇൻഹെറിറ്റ് ചെയ്തിട്ടില്ല കാറിൽ നിന്ന്, അതുകൊണ്ട് പോളിമോർഫിസം അല്ല. അപ്പോൾ ഫസ്റ്റിൽ തന്നെ വേണം പറയാം ഇത് പോളിമോർഫിസം അല്ല എന്ന് പറയാം. എന്നാൽ ഇത് രണ്ടാമത്തെ എന്താ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, സെയിം ഫംഗ്ഷനാലിറ്റി വിച്ച് ഈസ് ഓവർ റൈഡിങ്. ഇത് ഓവർ റൈഡൺ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്തെന്ന് പറയാം. അതായത് അച്ഛൻ്റെ സ്വഭാവം മാറി, പക്ഷേ അച്ഛൻ ആയിട്ടില്ല, എന്നാലും സ്വഭാവം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, അപ്പോൾ ഞാനെന്ത് ബോട്ടിനെ എക്സിക്യൂട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ കാറിനെയും എക്സിക്യൂട്ട് ചെയ്യാണ്. ഈ ഒരു 2 എക്സിക്യൂഷൻ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ പറയുന്നു സ്റ്റാർട്ടിങ് എ ബോട്ട് ആൻഡ് സ്റ്റാർട്ടിങ് എ കാർ. നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ് അല്ലേ, നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ മെത്തേഡ് ഓവർ റൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ കാര്യം നടന്നില്ലേ എന്ന് പറഞ്ഞാൽ കാര്യം നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെയാണ് പറയുന്നത് ഡക്ക് ടൈപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഡക്ക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്, നിങ്ങളുടെ കയ്യിൽ 2 മെത്തേഡുണ്ട്. മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് കിട്ടും, പക്ഷേ നിങ്ങളുടെ പാരൻ്റ് ഒറിജിൻ ചെയ്തേക്കുന്നത് ഒന്നിൽ നിന്നല്ല. അതിൻ്റെ പേരിൽ എന്ത് ചെയ്തും പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഫീച്ചറിനകത്തില്ല. ഇത് പോളിമോർഫിസം അല്ല, നമ്മൾ പോളിമോർഫിസം പോലെ തോന്നും, എന്നാൽ ഇത് പോളിമോർഫിസം അല്ല. ഇതിനെ വിളിക്കുന്നത് ഡക്ക് ടൈപ്പിംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ താറാവിനെ പോലെ നടക്കുന്നു, താറാവിനെ പോലെ നീന്തുന്നു, താറാവിനെ പോലെ കരയുന്നു എങ്കിൽ നിങ്ങൾ താറാവാണെന്ന് പറയുന്ന രീതി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾ പട്ടിയെപ്പോലെ കുരയ്ക്കുന്നു, പട്ടിയെപ്പോലെ എഴയുന്നു, അല്ലെങ്കിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ പറയാം അത് പട്ടിയാണ്. ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അത് പട്ടിയാണെന്ന് പറയാം. അതേപോലെ തന്നെ ആണും പെണ്ണും, ആണായിട്ട് നടക്കുന്നു, പെണ്ണായിട്ട് നടക്കുന്നു എന്ന് വെച്ചാൽ ജെൻഡർ മാറിക്കൊണ്ട് വ്യത്യസ്തമായ ജെൻഡറുകളിൽ നടക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് പെണ്ണെന്ന് പറയാം. എന്നാൽ അത് പോളിമോർഫിസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല. കാരണം നിങ്ങളുടെ DNA ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ DNA വരുന്നത് പട്ടിയുടെ അല്ലല്ലോ, മനുഷ്യൻ്റെ അല്ലേ. എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരൻ്റ് അല്ല, പക്ഷേ നിങ്ങൾ ബിഹേവിയർ മാറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോളിമോർഫിസം ആകണമെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ DNA, അതായത് നിങ്ങൾക്കൊരു കോമൺ പാരൻ്റ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ വ്യത്യാസം. മറ്റേതും പോളിമോർഫിസത്തിൻ്റെ കൂട്ടിരിക്കും, പക്ഷേ എന്നാൽ അത് പോളിമോർഫിസം അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡക്ക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫിയിൽ വിളിച്ചേക്കുന്നത്. അപ്പം ഇത് തന്നെ എനിക്ക് ഏറ്റവും എക്സാമ്പിൾ നല്ലതെന്ന് പറയാം. അപ്പം എന്തുകൊണ്ട് ഡക്ക് ടൈപ്പിംഗ് പോളിമോർഫിസത്തിൽ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡസൻ റിക്വയർ എന്ന് വെച്ചാൽ ഡക്ക് ടൈപ്പിങ്ങിന് ഒരു ഇൻഹെറിറ്റൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇന്നൊരു ആണാണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ആരും ഒന്നും ചോദിക്കത്തൊന്നുമില്ല, സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കത്തില്ല. അപ്പം മറ്റേ ഈ പോളിമോർഫിസം എന്താണ്, നിങ്ങൾക്ക് യു ഹാവ് ടു പ്രൂഫ്, നിങ്ങൾ ഇതാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് പോളിമോർഫിസം ആകത്തുള്ളൂ. എന്നാൽ പറയത്തുള്ളൂ നിങ്ങൾ മറ്റൊരു വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ജെനസ് ഒന്നാവണം. അതെന്ന് വെച്ചാൽ ഡക്ക് ടൈപ്പിംഗ് എന്താ ചെക്ക് ചെയ്യുന്നത്, ആ മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കത്തുള്ളൂ. അത് പൈത്തൻ്റെ ഫീച്ചറാണ്. പൈത്തൺ ആ മെത്തേഡ് ഉണ്ടെങ്കിൽ പൈത്തൺ എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഡക്ക് ടൈപ്പിംഗ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ പോളിമോർഫിസത്തിൽ ഇൻഹെറിറ്റ് ചെയ്ത് വന്നേക്കുന്ന ഫംഗ്ഷനാലിറ്റിയാണ് ശരിക്കും ഓവർ റൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കോമൺ ബേസ് ക്ലാസ്സിൽ നിന്നുണ്ടാവണം, എന്ന് പറഞ്ഞാൽ കോമൺ പേരൻറ്റ് ക്ലാസ് ഇസ് ഡിഫൈൻഡ്,
അതേപോലെ തന്നെ ഇറ്റ് മേ കണ്ടെയ്ൻ ഒരു മെത്തേഡ് ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് ഒരു മെത്തേഡെങ്കിലും ഉണ്ടാവണം. അത് ഡമ്മി ആക്കി വെക്കലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പാരൻറ്റിനകത്ത് ഉണ്ടാക്കി വെക്കും, പിന്നെ അത് നമ്മൾ ഓവർ റൈഡ് ചെയ്യുന്നത് എന്താണ്, പിന്നീട് അത് റീഡിഫൈൻ ചെയ്യുന്നത് ചൈൽഡ് ക്ലാസ്സിലാണ്. അപ്പോൾ ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ് ആൻഡ് ഓവർ റൈഡ് അതിന് ചെയ്യുന്നത് വൺ ഓർ മോർ ചൈൽഡ് ഹാസ് ഇൻഹെറിറ്റ് എന്ന് വെച്ചാൽ ഒന്നോ അതിലധികമോ കുട്ടികളുണ്ടാവുക. ആ കുട്ടികൾ എന്ത് ചെയ്യുക, അച്ഛൻ്റെ സ്വഭാവം മാറ്റിമറിക്കുന്നു. എന്ന് വെച്ചാൽ സെയിം സ്വഭാവം ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റിയിൽ മാറ്റി വരുന്നു, മക്കൾക്ക് വേറെ സ്വഭാവം ഉണ്ടത്. അപ്പോൾ ദേ ഓവർ റൈഡ് ദി മെത്തേഡ്സ്. മൂന്നാമത് എന്താണ്, ഒരു ഫംഗ്ഷൻ ഓർ കോഡ് യൂസസ് ദി ബേസ് ക്ലാസ് റെഫറൻസസ്. അപ്പോൾ ആ ഫംഗ്ഷനാലിറ്റി എന്ത് ചെയ്തു, നിങ്ങളുടെ ബേസ് ക്ലാസ് ടൈപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഈ പറഞ്ഞ അത് എന്ത് ഓവർ റൈഡ് ചെയ്യുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മറ്റുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ നോട്ട് ദി സ്പെസിഫിക് ക്ലാസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്. അതായത് ഇങ്ങനെ മീൻ ചെയ്യുന്നത് വെച്ചാൽ യു ആർ നോട്ട് റൈറ്റിംഗ് സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ലൈക്ക് മേക്ക് സൗണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ വേറെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഫംഗ്ഷൻ ഒന്നേ ഉള്ളൂ, ഫംഗ്ഷനാലിറ്റി നമ്മൾ ക്ലാസ്സിനനുസരിച്ച് മാറ്റുന്നില്ല. എന്ത് സിംഗിൾ ഫംഗ്ഷനാലിറ്റി വിച്ച് ടേക്സ് എന്താ നമ്മുടെ ക്ലാസ്സിനെ ആർഗ്യുമെൻ്റായിട്ട് എടുക്കുന്നു. ക്ലാസ്സിലാണ് പിന്നെ ബിഹേവിയർ എന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ നിങ്ങൾ സെപ്പറേറ്റ് ലോജിക്കൊന്നും എഴുതണ്ട, നിങ്ങളുടെ ക്ലാസ് വിൽ ടേക്ക് കെയർ. അപ്പം നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ പേരൻ്റ് ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ കുട്ടികൾ ആ സ്വഭാവം മറികടക്കുന്നുണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ലോജിക്കുണ്ട്, ഒരു കോഡ് റിട്ടേൺ ടു യൂസ് ദി പേരൻറ്റ് ക്ലാസ്. ആ പേരൻറ്റ് ക്ലാസ്സിന് ഉപയോഗിക്കാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ നിങ്ങൾക്ക് പോളിമോർഫിസം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡക്ക് ടൈപ്പ് ചെയ്യുകയാണ്. അത്ര സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം MRO എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ടെന്ന്, മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ നമുക്ക് മെത്തേഡ് MRO നോക്കാം. പ്രിൻറ്റ് car.MRO നോക്കുമ്പോൾ എന്താണ്, വേറെ ഇൻഹെറിറ്റൻസ് നടന്നിട്ടില്ല. അതിന് ക്ലാസ് വിത്തിൻ ദ ക്ലാസ് ആണ്, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഒബ്ജക്റ്റാണ് പിന്നെ അടുത്ത ക്ലാസ്. എന്നാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ പ്രിൻറ്റ് car.MRO എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരൻ്റ് എന്താണെന്ന് മനസ്സിലാവും. അതായത് ഇവിടെ പേരൻ്റ് വെഹിക്കിളുണ്ട്, വെഹിക്കിളിനകത്തൊരു സ്റ്റാർട്ടുണ്ട്, ആ സ്റ്റാർട്ടിനെയാണ് നമ്മൾ ഓവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിവിടെ പോളിമോർഫിസം ഉണ്ടെന്ന് പറയാം. സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ റിയൽ യൂസ് കേസ് നോക്കാം. അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് നോക്കണ്ടേ, അതല്ലേ പ്രധാനപ്പെട്ടൊരു കാര്യം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മൾ നമുക്കെന്തറിയാം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലെന്താ യൂസേഴ്സ് ക്യാൻ പോസ്റ്റ് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് റീൽസ്. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാമെന്ന് വെച്ചോ, ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ നമുക്ക് യൂസറിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നടക്കണം. റീൽ അപ്ലോഡ് ചെയ്യണം, ഫോട്ടോ എന്ന് പറയുമ്പോൾ ഓരോന്നുണ്ടല്ലോ, പ്ലേ ബട്ടൺ ഉണ്ട്, മറ്റേതിന് വീഡിയോ പ്ലേ ചെയ്യാൻ, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ, ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള, റൈറ്റ് ചെയ്യാനുള്ള കീബോർഡ് കൊടുക്കണം, അല്ലേ, വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ റെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കുന്നു. എന്നാൽ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഒരു ഇൻ്റർഫേസിലൂടെ സിംഗിൾ ഇൻ്റർഫേസ് ഉണ്ടാവാൻ പാടുള്ളൂ, എന്നാൽ മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സ് കാണിക്കണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പോളിമോർഫിസം ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ നടക്കും. കാരണം എന്താണ്, സിംഗിൾ ഇൻ്റർഫേസ് മൾട്ടിപ്പിൾ ബിഹേവിയർ കാണിക്കണമെങ്കിൽ പോളിമോർഫിസമാണ്. എങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് പോളിമോർഫിസം വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്തു, ഇൻഹെറിറ്റൻസ് എടുക്കണം, ഡേറ്റ എൻക്യാപ്സുലേഷൻ എടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു, പോസ്റ്റ്, അതിനകത്ത് റെൻഡർ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ടാക്കുന്നു, ഡമ്മിയാണ്, ഒന്നും ചെയ്യുന്നില്ല, ഒരു എക്സെപ്ഷൻ മാത്രം റൈസ് ചെയ്യുന്നു, ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മാത്രം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ബേസ് ക്ലാസ് എപ്പോഴും ഡമ്മിയാക്കി വെക്കുന്നു, പിന്നീട് ആ ഫംഗ്ഷനാലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ റൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡമ്മിയാക്കി വെച്ചു. രണ്ടാമത് എന്ത് ചെയ്യുന്നു, നമ്മൾ ചൈൽഡ് ക്ലാസ്സസ് ഉണ്ടാക്കുന്നു. നമ്മൾ പറഞ്ഞു വൺ ഓർ മോർ ചൈൽഡ് ക്ലാസ്സസ് ഉണ്ടാക്കുന്നു, ഇൻഹെറിറ്റഡ് ഫ്രം ദ സെയിം പാരൻറ്റ്, അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ടെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ക്ലാസ് ഉണ്ട്, അത് പോസ്റ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതിനകത്തൊരു റെൻഡർ ഉണ്ട്, ഇതിന് ഇനിറ്റ് മെത്തേഡ് ഉണ്ട്. കാരണം എന്താ, പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ടെക്സ്റ്റ് വേണം, അല്ലേ, ടെക്സ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് വേണം. അപ്പോൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം റെൻഡർ മെത്തേഡ് പേരൻറ്റിൻ്റെ റെൻഡറിനെ എടുത്തിട്ട് വീണ്ടും എൻഹാൻസ് ചെയ്യാണ്, ഓവർ റൈഡ് ചെയ്യാണ്, പുതിയ ഫംഗ്ഷനാലിറ്റി വെച്ചിട്ട്. അതേപോലെ ഇമേജ് പോസ്റ്റ് ഉണ്ട്, സെയിം വീഡിയോ പോസ്റ്റ് ഉണ്ട്. ഞാൻ റീൽ പോസ്റ്റ് ഇപ്പം ഞാനങ്ങ് ഒഴിവാക്കണം തൽക്കാലത്തേക്ക് ചെയ്യാനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്തു, 3 ക്ലാസ് ഉണ്ട് ഇൻഹെറിറ്റഡ് ഫ്രം ദ പേരൻറ്റ്. അപ്പം അതിനകത്ത് 2 കാര്യങ്ങൾ നടന്നു, അല്ലേ. പേരൻറ്റിൽ ഇൻഹെറിറ്റ് ചെയ്യണം, ചൈൽഡ് ക്ലാസ് മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്തു. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമതൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കുന്നു. ഇത് ഫംഗ്ഷനാലിറ്റിയാണ്, മെത്തേഡല്ല, കാരണം പുറത്താണ് ക്ലാസ്സിൻ്റെ. റെൻഡർ ഫീഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കുന്നു, വിച്ച് ടേക്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ലിസ്റ്റ് ഓഫ് പോസ്റ്റാണ്. ഇത് അനോട്ടേഷനാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെടുക്കുന്നത്. പോസ്റ്റിൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരൻറ്റിൻ്റെ ടൈപ്പുള്ള
ലിസ്റ്റുകളെ കൂട്ടി വെക്കണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിസ്റ്റ് ആണെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, ഫോർ ലൂപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു ഓരോന്നും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീഡ് ചെയ്യുന്നു, അതിനുശേഷം പോസ്റ്റിനകത്തുള്ള രണ്ടെന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പം ലിസ്റ്റ് കൊടുക്കണ്ടേ, അപ്പം നമ്മൾ ലിസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെ കോപ്പി എടുത്തിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കൊണ്ടിടാം, ആർഗ്യുമെൻറ്റ് കോൾ ചെയ്യുന്ന സമയത്ത് റെൻഡർ ഫീൽഡിനകത്ത് കൊണ്ടിടാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വേറൊരു വേരിയബിളിലേക്ക് ഞാൻ എന്ത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് എന്ത് ചെയ്തു, ലിസ്റ്റ് ആക്കുന്നു. ലിസ്റ്റിന് എന്ത് അത് ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചൈൽഡ് ക്ലാസ്സിനെ ഫസ്റ്റ് എലമെൻ്റ് ആക്കുന്നു. കാരണം എന്താ, ഫസ്റ്റ് ടേക്സ് വൺ ആർഗ്യുമെൻറ്റ് അല്ലേ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് എടുക്കാറുണ്ട്, മറ്റേ ഇമേജ് URL എടുക്കാറുണ്ട്, വീഡിയോ URL എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 3 ചൈൽഡിനെയും നമ്മൾ എന്ത് ചെയ്തു, ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു, ജസ്റ്റ് എന്ന് വെച്ചാൽ ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു മാത്രം. അപ്പം 1 2 3 4 ഒബ്ജക്റ്റിനെ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതെന്ത് ലിസ്റ്റായിട്ട് കൊടുക്കുന്നു ഫീഡിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റെൻഡർ ഫീഡിനകത്ത് എന്ത് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ റെൻഡർ പോസ്റ്റിനെ ഞാൻ എന്ത് ഇൻവോക്ക് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു അല്ലേ. ഇത് ഡിഫറൻഷ്യൻ മാത്രമാണ്, ഇത് കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഫീഡ് കൊടുക്കുന്നു. ഫീഡ് കൊടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇതിലേക്ക് എന്ത് പോസ്റ്റ് ലൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയാൽ ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, അപ്പോൾ 3 ഫംഗ്ഷനാലിറ്റി. ഇത് ജസ്റ്റ് ടെക്സ്റ്റ് ആണ്, ഇതിൻ്റെ പുറകിലൊരു ഫംഗ്ഷനാലിറ്റി നടക്കുന്നു വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇമേജിനെ പ്രോസസ്സ് ചെയ്യുന്നു, ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നു, വീഡിയോ പ്രോസസ്സ് ചെയ്യുന്നു മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം അത് ഡിസ്പ്ലേ ചെയ്ത് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിന് ഒരു മാറ്റം വരുത്തിയിട്ടില്ല അല്ലേ. അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പുതിയതായിട്ടൊരു ഫംഗ്ഷനാലിറ്റിയോട് ഇടുകയാണ്, റീൽ പോസ്റ്റ് എന്ന സാധനം. അപ്പോൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം വളർന്നു, അപ്പോൾ നമുക്ക് റീലും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ റീൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി എടുത്തു. റീലിൻ്റെ URL ഏതാണെന്ന് കൊടുക്കുന്നു, അതിനുശേഷം റീലിനെ റെൻഡർ ചെയ്യുന്നു, ഓവർ റൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റീലിൻ്റെ ഒരു പോസ്റ്റും കൂടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പം അതുകൂടെ ഞാൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു, വീഡിയോയിൽ മാറ്റം വന്നു, പുതിയ ഫീച്ചറും കൂടെ ആഡ് ചെയ്തു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തിനു ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്, നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം. അതേപോലെ ഈ പറഞ്ഞ പോലെ റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഫംഗ്ഷനാലിറ്റിയിൽ ഒരു മാറ്റം വരുത്തില്ല, ഫംഗ്ഷനാലിറ്റി അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ കൊടുത്ത ഫീഡിൽ വന്ന ഒരു ചെറിയ മാറ്റം, അതുപോലെ തന്നെ എന്ത് ചെയ്തു, നിങ്ങൾ എക്സിസ്റ്റിംഗ് ഫീച്ചറിനകത്ത് ഒരു മാറ്റം വരുത്തിയിട്ടില്ല, നിങ്ങൾ അതിനെ പൊളിച്ച് പണിഞ്ഞിട്ടില്ല, നിങ്ങൾ വേറൊരു സാധനം കൊണ്ട് ഉണ്ടാക്കി വെച്ചുള്ളൂ. എന്നിട്ട് പറയാണ് ഇത് വൺ ഓഫ് ദ ചൈൽഡ് ആണെന്ന് മാത്രം ഫീഡിലേക്ക് മാത്രം പാസ് ചെയ്ത് കൊടുത്തു. ഇത് ഇനി നമുക്ക് അടുത്ത ഒരു സെഷൻ ഉണ്ട്, സോളിഡ് പ്രിൻസിപ്പിൾസ്. ആ സോളിഡ് പ്രിൻസിപ്പിൾസിലെ ആണ് നമ്മളിപ്പോൾ കണ്ടത്, സിംഗിൾ റെസ്പോൺസിബിലിറ്റി. ഒരു ക്ലാസ്സിന് എന്ത് ചെയ്തു, ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളെന്ത് ഒരു ക്ലാസ്സിനെ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടില്ല, ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ട് പരിപാടി തീർത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ റീയൂസ് ചെയ്യുകയാണ് ചെയ്തത് ഫീഡിലേക്ക് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പോളിമോർഫിസം ആണെന്ന് പറയാൻ കാരണം എന്തത്, ചൈൽഡ് ക്ലാസ് ഓവർ റൈഡ്സ് റെൻഡർ, പേരൻറ്റിൻ്റെ റെൻഡർ എന്ന് പറഞ്ഞ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുന്നു, അത് നമ്മൾ ഡമ്മി ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ടേക്സ് എ ലിസ്റ്റ് ഓഫ് പോസ്റ്റ് വിച്ച് ഇസ് എ കോമൺ പേരൻറ്റിൻ്റെ ചൈൽഡ് ഒബ്ജക്ട്സിനെ എന്ത് ചെയ്തു, നമ്മളുടെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്തു. FCC ഫീച്ചറാണ്. പിന്നെന്താ, അത് റൺ ടൈമിൽ അതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്തു. ഓരോ സമയത്തും ഓരോ രീതിയിലാണ് അതിനെ പ്രോസസ്സ് ചെയ്തത്. എന്നാൽ ഫംഗ്ഷൻ റെൻഡർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല, അതിൻ്റെ കണ്ടീഷനിൽ നമ്മൾ ഒന്നും മാറ്റം വരുത്തില്ല. ടെക്സ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം, ഇമേജ് വന്നാൽ എന്ത് ചെയ്യണം, വീഡിയോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു, പോളിമോർഫിസം എടുക്കണമെന്ന് മാത്രമേ ഫംഗ്ഷനാലിറ്റി പറഞ്ഞു കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്തു, പോളിമോർഫിസം ചെയ്തോളും, റൺ ടൈമിൽ അത് ഏറ്റെടുത്തോളും. ഫംഗ്ഷനാലിറ്റി നിങ്ങളൊരു കണ്ടീഷൻ എഴുതണ്ട, ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഫംഗ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഒരു മെത്തേഡിനെ കോൾ ചെയ്യണം, ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്താ ആഡ് ഓൺ എന്ന് വെച്ചാൽ നമുക്കെന്ത് റീൽ പോസ്റ്റിന് പുതിയ ഫീച്ചർ ആഡ് ചെയ്യാം, ഫംഗ്ഷനാലിറ്റിയിൽ മാറ്റം വരുത്താതെ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയ ഫീച്ചറിനെ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് റിയൽ പോളിമോർഫിസം ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, പോസ്റ്റിനെ നമ്മൾ പേരൻറ്റ് ക്ലാസ് ആയിട്ട് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ചൈൽഡ് ക്ലാസ്സസിന് എടുക്കുന്നു, റെൻഡർ ചെയ്യുന്നു. അപ്പം ഇതാണ് ഫംഗ്ഷൻ യൂസിങ് പോളിമോർഫിസം. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ എന്ത് ചെയ്തു, പോളിമോർഫിസിനെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്തായത് ഡക്ക് ടൈപ്പിംഗ് അല്ല, കാരണം എന്താ ഇൻഹെറിറ്റ് ചെയ്ത് വന്നേക്കാണ്. ഡക്ക് ടൈപ്പിങ്ങിലാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിരിക്കും, ഒരു കോമൺ പാരൻ്റ് ഉണ്ടാവത്തില്ല. സോ ഇത് പോളിമോർഫിസം ഞാൻ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാൽ തന്നെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഞാൻ ചെയ്തില്ല, റെപ്പറ്റീഷൻ, എൻക്യാപ്സുലേഷൻ ഒന്നുകൂടെ പഠിപ്പിച്ചു, മെത്തേഡ് ഓവർ റൈറ്റിംഗ് അതിലൂടെ കണക്ട് ചെയ്തു. ഇൻഹെറിറ്റൻസ് നമുക്ക് വേണ്ടി വന്നു, ഇൻഹെറിറ്റൻസ് വേണമായിരുന്നു. FCCയുടെ ഒരു ഫീച്ചർ എടുത്തു. ഇത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉപയോഗിക്കണം എത്ര മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. സിമ്പിളാണ്. നിങ്ങളൊരു പേരൻറ്റ് ബേസ് ക്ലാസ് ഉണ്ടാക്കുക, ബേസ് ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ചൈൽഡിനെ ഉണ്ടാക്കുക, ചൈൽഡിന് ബേസ് ക്ലാസ്സിന് ഒരു മെത്തേഡ് ഉണ്ടായിരിക്കണം, ആ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്തു ചൈൽഡ് ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ ഓവർ റൈറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. സെയിം മെത്തേഡ് നെയിം ആയിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും.
പിന്നീട് എന്ത് ചെയ്തു, മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തുകൊണ്ട് ആ ഫംഗ്ഷനിലേക്ക് ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റിനെ പാസ് ചെയ്യുന്നു. സിമ്പിൾ. പോളിമോർഫിസം കഴിഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ പോളിമോർഫിസം വാട്ട് ഈസ് പോളിമോർഫിസം എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മീൻ പൈത്തൺ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എബിലിറ്റി ടു ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് റെസ്പോണ്ട് ടു സെയിം മെത്തേഡ് ഫംഗ്ഷൻ കോൾ ഡിഫറെൻറ്റ് വേ. ഇതൊക്കെ കണ്ടോ, ഈ ഡെഫിനേഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ഹാക്കുകളൊന്നും വേണ്ട. അത് പറഞ്ഞില്ലേ, ഒരു പേരൻറ്റിനെ ഉണ്ടാക്കി ഇങ്ങനെ ചൈൽഡിനെ ഇൻഹെറിറ്റ് ചെയ്ത് വന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം സിമ്പിളാണ്. പക്ഷേ പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ്സിലല്ല, നിങ്ങളുടെ മലയാളത്തിൽ കൃത്യമായ രീതിയിലുള്ള ഡെഫിനേഷൻ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എറർ ഹാൻഡ്ലിംഗ് ആണ്. റൈസ് എക്സെപ്ഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു എപ്പിസോഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ആവണമെങ്കിൽ സോളിഡ് പ്രിൻസിപ്പിൾസ് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതാണ് സോളിഡ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്. അതില്ലെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഒരു വിസ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വൃത്തിയായിട്ട് രീതിയിൽ എറർ ഹാൻഡ്ലിംഗ് ഇല്ല. എന്താണ് എറർ എന്നുള്ളത് കാണിക്കുന്നില്ല. എന്നാൽ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നുമില്ല, സ്റ്റക്കായി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ യൂസർക്ക് പറയുക ഇത് ഇന്ന കൊടുക്കാത്തതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ സിസ്റ്റത്തിന് മനസ്സിലാകാൻ ചെയ്തു നെക്സ്റ്റ് ഓപ്ഷൻ എനേബിൾ ആയിട്ടുമില്ല. അതൊരു പൂർലി ഡിസൈൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കോഡിന് മാറ്റം വരുന്നത്. അതാണ് എക്സ്പെർട്ടൈസ് കാണിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ ഈ കോഡ് എങ്ങനെ വേണം, ഇപ്പോൾ നമ്മൾ പോളിമോർഫിസം ചൂസ് ചെയ്തില്ലേ, ഇത് പോളിമോർഫിസം എടുക്കാൻ പറ്റിയതാണെന്ന് കാരണം എന്താ, പോളിമോർഫിസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ. അപ്പോൾ ഓരോ യൂസ് കേസിനനുസരിച്ച് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് റിയൽ എഞ്ചിനീയർ. അല്ലാതെ നമ്മൾ ചുമ്മാ കോഡ് എഴുതുക, കാണാതെ എഴുതുക, അല്ലാതെ പിന്നെ ഈ പറഞ്ഞ ബ്ലോഗിലൂടെയും വൈബ് കോഡിങ്ങിലൂടെയും കോഡ് കോപ്പി ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സോളിഡ് പ്രിൻസിപ്പിൾസ്, ദെൻ എറർ ഹാൻഡ്ലിംഗ്. പിന്നെ എറർ ഹാൻഡ്ലിംഗ് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, അതുപോലെ മോഡ്യൂൾസ് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, പിന്നെ റിയൽ പ്രോജക്ട്സ് വിത്ത് മോഡ്യൂൾസ് ആൻഡ് ഡെക്കറേറ്റേഴ്സ്. സോ താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.